അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൂന്നാം ക്ലാസ്സിലെ ഒന്നാം പാർട്ടിലെ ഫിഖ്ഹിലെ രണ്ടാമത്തെ പാഠം മാഉൻ തുഹൂർ, തുഹൂറായ വെള്ളം. വുളൂ ചെയ്യാനും കുടിക്കാനും കുളിക്കാനും ഒക്കെ പറ്റുന്ന വെള്ളമാണ് തുഹൂറായ വെള്ളം. ഇവിടെ വരൂ, ഉപ്പ വിളിച്ചു. അസ്മാ മോളും സഹോദരനും ബീച്ചിൽ കളിക്കുകയായിരുന്നു. അസറിന്റെ അദാൻ മുഴങ്ങി. നമുക്ക് വുളൂ ചെയ്തു നിസ്കരിക്കാം. രണ്ടുപേരെയും കൂട്ടി ഉപ്പ കടൽ തീരത്തേക്ക് നടന്നു. കടൽ വെള്ളം ഉപയോഗിച്ചു വുളൂ ചെയ്താൽ ശരിയാകുമോ? അത് ഉപ്പുവെള്ളമല്ലേ? അസ്മ ചോദിച്ചു. അതെ, ശരിയാകും. കടൽ വെള്ളം, കിണറ്റിലെ വെള്ളം, പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം തുടങ്ങിയവ തുഹൂറാണ്, ഉപ്പ പറഞ്ഞു. നാരങ്ങ വെള്ളം, ഇളനീർ എന്നിവ ഉപയോഗിച്ച് വുളൂ ചെയ്യാൻ പറ്റുമോ? ഉവൈസ് ചോദിച്ചു. അവ തുഹൂറായ വെള്ളമല്ല, ത്വാഹിറായ വെള്ളമാണ്. വെള്ളം തുഹൂറായിരിക്കൽ വുളൂഇന്റെ ശർത്താണ്. മുസല്ല വിരിച്ച് അവർ ജമാഅത്തായി നിസ്കരിച്ചു. വുളൂഇന്റെ ശർത്തുകൾ ഏതൊക്കെയാണ്? വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉപ്പ ചോദിച്ചു. വുളൂഇന്റെ ശർത്തുകൾ 5 അസ്മ പറഞ്ഞു. 1. ത്വഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. 2. കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക. 3. വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളം ചേരുന്നത് തടയുന്ന പെയിന്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5. നിലക്കാത്ത മൂത്ര സ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിന്റെ സമയമാവുക. നഖത്തിനടിയിൽ ചെളിയുണ്ടായാൽ വെള്ളം ചേരുമോ? ഉപ്പ ചോദിച്ചു. ഇല്ല, ഉവൈസ് പറഞ്ഞു. അവർ വീട്ടിലെത്തി. അൽഹംദുലില്ലാഹ്, ഉപ്പ പറഞ്ഞു. فأنزلنا من السماء ماء طهورا. എങ്ങനെ പറഞ്ഞാണ്? فأنزلنا من السماء ماء طهورا. ആകാശത്തു നിന്ന് തുഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. ഇതാണിപ്പോ
പാഠഭാഗം. ഈ പാഠത്തിന് നമ്മള് ഒരു കഥയിലൂടെ പാഠം പഠിപ്പിക്കുക. കഥ നിങ്ങൾ കേട്ടല്ലോ. അസ്മമോളും ഉപ്പയും അവളുടെ സഹോദരനൊക്കെ കൂടി ബീച്ചിൽ പോയി. നിസ്കരിക്കാൻ സമയമായി. അസറിന്റെ ബാങ്ക് വിളിച്ചപ്പോ അവര് വുളൂ ചെയ്യാൻ വേണ്ടി ഉപ്പ കൊണ്ടുപോയി കടപ്പുറത്ത് കടലിൽ തീരത്തേക്കാണ്. കടൽ തീരത്ത് പോയി കടലിലേക്ക് ഇറങ്ങി വുളൂ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ കുട്ടി ചോദിക്കുകയാണ്, ഉപ്പ് വെള്ളം കൊണ്ട് വുളൂ ചെയ്യാൻ പറ്റുമോ? ഉപ്പ പറഞ്ഞു ശരിയാകും. കടൽ വെള്ളം കൊണ്ട് മാത്രമല്ല, കുളത്തിലെ വെള്ളം കൊണ്ടും പുഴയിലെ വെള്ളം കൊണ്ടും ഒക്കെ വുളൂ ചെയ്യാം. സാധാരണയായി കുട്ടികൾ ഏത് വെള്ളം കൊണ്ട് വുളൂ ചെയ്യുന്നതാ കാണുന്നത്? സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് വാട്ടർ ടാപ്പിൽ വരുന്ന വെള്ളം കൊണ്ടല്ലേ വുളൂ ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് മാത്രമേ പറ്റൂന്ന് ധരിച്ചേക്കാം. അപ്പൊ ഉപ്പ പറഞ്ഞു, മോളെ കടൽ വെള്ളം മാത്രമല്ല, പുഴയിലെ വെള്ളം കൊണ്ടും കുളത്തിലെ വെള്ളം കൊണ്ടും ഒക്കെ വുളൂ ചെയ്യാം. ഉപ്പ് വെള്ളം എന്നത് ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു വുളൂ ഉണ്ടാക്കി നിസ്കരിച്ചൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ അസ്മാന്റെ ആങ്ങളൊക്കെ ഒരു സംശയം, നാരങ്ങ വെള്ളം കൊണ്ടൊക്കെ വുളൂ ഉണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ ഇളനീര് വെള്ളം കൊണ്ടൊക്കെ വുളൂ ചെയ്യാൻ പറ്റുമോ? ഉപ്പ പറഞ്ഞത് പറ്റില്ല. അത് തൊഹൂറായ വെള്ളമല്ല, ത്വാഹിറായ വെള്ളമാണ്. വെള്ളം പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ തൊഹൂറ്, ത്വാഹിർ എന്നിങ്ങനെയുണ്ട്. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ അത് വുളൂ ചെയ്യാനും കുടിക്കാനും ഒക്കെ പറ്റും. ത്വാഹിറായ വെള്ളം അത് കുടിക്കാനേ പറ്റുള്ളൂ, വുളൂ ചെയ്യാൻ പറ്റില്ല. ഇളനീര് വെള്ളം, നാരങ്ങ വെള്ളം, ചായ, കഞ്ഞിവെള്ളം ഇതൊക്കെ കുടിക്കാം, ത്വാഹിറാണ്. പക്ഷെ തൊഹൂറല്ല. തൊഹൂറാകണമെങ്കിൽ ശുദ്ധീകരണത്തിന് കൂടി പറ്റണം. അപ്പൊ പിന്നെ ഈ ഒരു ചർച്ചയിൽ എന്തായാലും ഉപ്പാക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ഇവരൊക്കെ മദ്രസ വിദ്യാർത്ഥികളാണ്. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഉപ്പ വണ്ടിയിൽ ചോദിച്ചല്ല, മക്കളെ വുളൂവിന്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? അസ്മാക്ക് സന്തോഷായി. എന്തേ കാരണം? നമ്മൾ പഠിച്ചൊരു കാര്യം ഒരാളോട് പറഞ്ഞു കൊടുക്കാന്ന വലിയ സന്തോഷമാണ്. ഒരു പാട്ട് പഠിച്ചാൽ അത് പാടി കേൾപ്പിക്കാൻ നല്ല ഇഷ്ടമായിക്കാണ്. അപ്പൊ അസ്മാക്ക് കിട്ടിയ അവസരം അസ്മ പറഞ്ഞ്, ഞാൻ പറയാ, എനിക്കറിയാ, വുളൂഇന്റെ ഷർത്തുകൾ 5 1, 2, 3, 4 ഒക്കെ ഒരു കറക്റ്റായി പറഞ്ഞു കൊടുത്തു. 5ാമത്തെ കാര്യത്തിൽ നിങ്ങൾ നോക്കിയോ, നിരക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിന്റെ സമയമാവുക. അഥവാ മൂത്രം പോയാൽ വുളൂ മുറിയും. എന്നാൽ ഒരാൾക്ക് ഒരു രോഗമാണ്, മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരാൾ വുളൂ ചെയ്താൽ നിസ്കരിക്കണം. പക്ഷെ എപ്പോഴാ വുളൂ ചെയ്യുക? അയാൾക്ക് സാധാരണക്കാരെ പോലെ ആദ്യം വുളൂ ചെയ്തിട്ട് ഇരിക്കാൻ പറ്റൂല. അയാൾക്ക് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോ വുളൂ ചെയ്യുക. അയാൾ നിസ്കരിക്കാൻ എപ്പോഴാണോ തീരുമാനിക്കുന്നത് അപ്പം പോയി വുളൂ ചെയ്യുക, എന്നിട്ട് നിസ്കരിക്കുക. അതിനിടയിൽ മൂത്രം 1, 2 ഇങ്ങനെ രോഗസംബന്ധമായി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിന്റെ സമയമാകുക. പിന്നെന്തോ ഉവൈസ് ഈ പാസ്മ ഒരു ഉത്തരം പറഞ്ഞപ്പോ ഉവൈസിന് ചോദ്യം ഉണ്ടാവുമല്ലോ, ഇങ്ങനെയല്ല ആങ്ങളാരും പെങ്ങളാരും ആവുമ്പോ. അപ്പൊ ഉവൈസ് ചോദിച്ചപ്പാ, ഈ നഖത്തിനൊക്കെ അടിയിൽ ചെളിയുണ്ടായാല് വെള്ളം ചേരുമോ? എന്തുകൊണ്ട്? അവിടെ പറഞ്ഞ നമ്മളെ വുളൂഇന്റെ 4ാമത്തെ പറല് പറഞ്ഞല്ലോ, വെള്ളം ചേരുന്നത് തടയുന്ന പെയിന്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അപ്പം ചെളി ഉണ്ടാവുമ്പോ നഖത്തിന്റെ ഉള്ളിൽ ചളി കട്ടി പിടിച്ചു നിൽക്കുമ്പോ വെള്ളം ചേരുവോ? ഒക്കെ പറഞ്ഞില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നല്ല ബുദ്ധിയും ഓർമ്മ ശക്തിയും തന്നുള്ള അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഉസ്താദുമാർക്ക്, ഇഷ്ടജനങ്ങൾക്ക് അള്ളാഹു സർവ്വപാപങ്ങളും പൊറുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും.